കാര്യമായിട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ പോകാൻ പോകുന്നത് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്, അതായത് സേവ് ദി ഡേറ്റ് എന്നൊക്കെ പറയുമല്ലോ. ഇപ്പം അതിൻ്റെ പേരൊക്കെ കുറേ മാറിയിട്ടുണ്ട് അല്ലേ. പണ്ട് സേവ് ദി ഡേറ്റ് മാത്രമായിരുന്നു. ഇപ്പം അതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ വേറെ മീനത്തിൽ താലികെട്ട്, പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോഷൂട്ടിന് പോകാൻ പോവാണ്. അപ്പം ഞാൻ ചേച്ചി മാഷും കൂടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സഞ്ജുവേട്ടനെ നേരത്തെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളൊക്കെ നാച്ചുറലാണ് ഗൈസ്. അപ്പോൾ അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇന്ന് സൺഡേ ഉണ്ടോ, സൺഡേ ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോട്ടോഷൂട്ട്. ഏകദേശം 3 മണി ആ റേഞ്ചിലാണ് ഫോട്ടോഷൂട്ടിന് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവരെന്തായാലും വരട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, എൻ്റെ ചേച്ചിയുടെ കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് റെഡി ആയിട്ട് അവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി മാഷൊക്കെ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ, മാഷിൻ്റെ ഇതാണ്. മാഷൊന്നാണെന്നേ വൈറ്റും ഉണ്ടും ഇങ്ങനത്തെ ഷർട്ടൊക്കെയാണ്. മാഷു ക്യാമറയൊക്കെ കൊണ്ടാ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കും ഫോട്ടോ എടുക്കാം. ക്യാമറമാൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല വെയിൽ, സൺസ് പ്രൊട്ടക്ഷനൊക്കെ അത്യാവശ്യം നല്ല പോലെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെയിലത്ത് കരിഞ്ഞു പോകും മനുഷ്യൻ. അപ്പോൾ ഇവിടെ മാഷ് കാര്യമായിട്ട് ചേച്ചീനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. മാഷും മുത്തോളം മുന്നിലുണ്ട്, ഞങ്ങൾ രണ്ടാളും പിറകിലിരിക്കണം. ഭയങ്കര ചൂടാണ്, ഒടുക്കത്തെ വെയിലാണ്. രേഷ്മേച്ചിയും ആളും കൂടി ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടാളും അവിടെ എത്തിയെന്നപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്യാമറ ചേട്ടൻ എത്തിയിട്ടില്ല, ആള് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിൽ വെച്ചിട്ടാട്ടോ നമുക്ക് ഫോട്ടോഷൂട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. മാളുണ്ട്, രേഷ്മേച്ചിയാണ്ട് അവിടെ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വീട് കേട്ടോ. നമ്മളുടെ ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീടാണ്. സെറ്റാണ് ഗൈസ്. നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങട്ടെ. ക്യാമറമാൻ എത്തിയിട്ടില്ല, പക്ഷേ നമ്മൾ ഫോണിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് എടുത്തു നോക്കട്ടെ കേട്ടോ ഗൈസ്. അവിടെ അമർന്ന ഫോട്ടോഷൂട്ടിലാണ് ഞങ്ങൾ. ജസ്റ്റ് ഫോണിൽ എടുക്കുകയാണ് കേട്ടോ. ഇതേ പാവാട കുത്തിരിക്കുന്നുണ്ട്, കുഞ്ഞിവിടെ ഉണ്ട്. സഞ്ജുവനാണ് ഇപ്പോൾ നിലവിലെ നമ്മളുടെ ക്യാമറമാൻ. ഒന്നും പറ്റും. സഞ്ചാരിനെടുക്കും ചേർത്ത് കുടിച്ച് ഭയങ്കര ചൂടാണ്. ഇവിടെയൊക്കെ ആ കൊള്ളമായി. ഒരു വന്നവരുണ്ട്. ഗംഭീര ഫോട്ടോഷൂട്ടിലാണ് ഗായ്സ് ഇവിടെ. അപ്പം നമ്മളെ ക്യാമറ ചേട്ടൻ നല്ല കാര്യമായിട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മാളു സഞ്ജുവേട്ടൻ ഇവിടെയാണ് കേട്ടോ ഫോട്ടോഷൂട്ട്. മാളുവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക സഞ്ജുവേട്ടൻ്റെ ഫോണിൽ. നമ്മളെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിക്കും മാഷിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കാനൊക്കെ. ആക്ച്വലി ഇതൊരു കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗ് എടുക്കുന്നേ ഉള്ളൂ. എവിടെ നോക്കിയാലോ ഫോട്ടോഷൂട്ടാണ്. നേരെ നടക്കാം. പിന്നെ
ഒരു സെക്കൻഡ് ചേട്ടാ, ഇതിലും കൂടെ ഒന്ന് കാണിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വീട്ടിലെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീടിന്റെ അടുത്തേക്ക് പോകണം. അവിടെ ഒരു പാലുണ്ട്, ഞാൻ പലപ്പോഴും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും. ആ പാലത്തിന്റെ അവിടുന്ന് 2-3 ഫോട്ടോ എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. രേഷ്മേശി മാളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോട്ടെ. അങ്ങനെയല്ല അവിടെ പറയുന്നാലും സേവ്. അങ്ങനെ ഞങ്ങളെ വീടിന്റെ അവിടുത്തെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. വിഷ്ണുവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ വലിയൊരു കുപ്പി എല്ലാം ഉണ്ട് ഗൈസ്. ഇതാ ഈ ആലിൻ്റെ ചോട്ടുന്നുണ്ട്. എൻഗേജ്മെൻറ്റിന് ചേച്ചി ചെയ്തത് ഇതേ ആലിൻ്റെ ചോട്ടുന്നായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്തതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഞാൻ റീൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുക്കാം. ഇത് ഞങ്ങളെ അമ്പലമാണ്. രണ്ടുപേരും നേരെ നിന്ന് അതേപോലെ നമ്മൾ ഫേസ് കണ്ടുന്നില്ല. തിരിച്ചിട്ടുണ്ടോ? തിരിച്ചു നോക്കണേ, തിരിച്ചു നോക്കണേ, തിരിച്ചു നോക്കണേ, തിരിച്ചു നോക്കണേ. അതേ തിരിച്ചു നോക്കണേ. അയ്യോ കണ്ണുമണി ഫ്ലാഷ് ഒന്നും ഇല്ലല്ലോ, പിന്നെ കണ്ണുമണി. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാ വീട്ടിലേക്ക് കയറുന്നുള്ളൂ. ചേച്ചി മാഷ് വന്നിട്ടില്ല. അവര് മാഷ് വന്ന ക്യാമറയിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വിഷ്ണുവൊക്കെ കൂട്ടിയിട്ട് എടുക്കാട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറി അല്ല ഒരു ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പൊ ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് പോയി എനിക്ക് തോന്നുന്ന ഒരു 4-5 മിനിറ്റ് കഷ്ടിച്ച് അതിന്റെ വീഡിയോ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ടാറ്റാ.